ആ വെള്ളം കലങ്ങി. കുറച്ച് വെള്ളം ഒഴിക്കാം. ഹലോ ഗൈസ്, ഇന്ന് നമ്മൾ മീൻ പിടിക്കാനായിട്ട് പോവുകയാണേ. അപ്പോൾ കുളത്തിൽ മോട്ടർ വെച്ച് വെള്ളം വറ്റിച്ചുകൊണ്ടിരിക്കുകയാണ്. വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട്. കാരിയൊക്കെ ഇട്ടിട്ട് നമ്മൾ കുറേ വളർത്തുമീനൊക്കെ ഇട്ടിട്ടുണ്ട്. എന്തൊക്കെ കിട്ടുമെന്നൊന്ന് പറഞ്ഞു വിടാം, നമുക്കൊന്ന് നോക്കാം. ആദ്യമേ മോട്ടർ വെച്ച് വെള്ളം വറ്റിച്ചതൊക്കെ ഒന്ന് കാണാം. ബാ, ഒരു മണിക്കൂറായി നമ്മളിങ്ങനെ വെള്ളം വറ്റിച്ചുകൊണ്ട് നിൽക്കുകയാണ്. അത് കണ്ട, മോട്ടർ വഴി വെള്ളം ഇങ്ങോട്ട് വിട്ട് വയറൊക്കെ കണക്ഷൻ കൊടുത്തൊക്കെ ഇട്ടിരിക്കുന്നതാണ്. അങ്ങോട്ടൊക്കെ ചെന്നാൽ ഡേഞ്ചറസ് ആണ്. നമുക്ക് കുളത്തിലെ പരുവൊക്കെ ഒന്ന് കാണാം. അപ്പുറത്ത് ഒന്ന് നിൽക്കാം. പിന്നെ വെള്ളമൊഷിയൊക്കെ ഉണ്ട് കേട്ടോ. ആമ സൈഡിൽ കൂടെയൊക്കെ നിരച്ചൊക്കെ വരുന്നുണ്ട്. ഇറങ്ങാം പിള്ളേരെ, നമുക്ക് ഇറങ്ങാറായ ബാ, ഇറങ്ങാൻ നമുക്ക്. സൂം ചെയ്തൊക്കെ ഞാൻ കുറച്ച് അങ്ങോട്ട് ചെന്ന് സൂം ചെയ്തു. അടുത്ത വീട്ടിലെ കൊച്ചു ഓടി വരുന്നുണ്ടേ. അക്കു വേഗം ബാ, മീൻ പിടിക്കാം. ബാ, വെള്ളം ഒഷിക്കണ്ട, അഴുകി കൂടെ നീങ്ങുന്നത്. നമുക്കൊന്ന് ഇറങ്ങിക്കാണാം. അതിൽ പിള്ളേരൊന്ന് കയറട്ടെ. പിള്ളേർ ഇറങ്ങിക്കഴിഞ്ഞ് ഞാൻ ഇറങ്ങാം. അന്തു കാരിയുടെ കുത്തൊന്നും വാങ്ങിക്കല്ലേ. വെള്ളം കുറച്ചും കൂടെ വറ്റാനുണ്ട്. അപ്പം നമ്മൾ വെള്ളം വറ്റണതിന് മുമ്പൊക്കെ പിടിച്ച് നോക്കുന്നുണ്ട്. മീൻ പിടിക്കുന്നത് കാണാനായിട്ടൊക്കെ വന്നേക്കണ ടീമിനെയൊക്കെ കണ്ടല്ലോ. ഉണ്ണി കൊട്ടയിട്ട് ഇറങ്ങിയൊക്കെ അനിയത്തിമാരൊക്കെ ഇവിടെ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. പേജ് വീഡിയോ എടുത്തുകൊണ്ട് നിൽക്കുന്നു. ശ്രീഹരിത ഇവിടെ നിൽക്കുന്നുണ്ട്. അനിയത്തിവ മീൻ പിടിക്കാനുള്ള വള്ളിയൊക്കെ ഇട്ട് കൊടുക്കണം. വല കെട്ടാനുള്ളേ നൂല് ഇട്ട് കൊടുത്തിരിക്കും. മനെന്നെ ഇട്ട് കൊടുത്തത് അങ്ങോട്ട് വരാലടിച്ചുകൊണ്ട് വരും. വരാലൊക്കെ ഇതിൽ കിടന്ന് പിടയ്ക്കുന്നുണ്ട്. പേജ് ഇറങ്ങിക്കഴിഞ്ഞിട്ട് കുത്തി ഇറങ്ങണില്ലേ? കുറച്ചുകൂടെ വെള്ളം വറ്റിയിട്ട് ഇറങ്ങാം. മീന് വെള്ളം കുറഞ്ഞപ്പോഴത്തേക്കേ കുത്തി മറിയുന്നുണ്ട് മീന്. ഇതിനകത്ത് ഉണ്ണി കുറേ മീനിനെ ഇട്ടൊക്കെ വളർത്തുന്നുണ്ട്. കാരീനെയൊക്കെ മേടിച്ചിട്ടിട്ടുണ്ട്. വെള്ളമൊഷി എത്ര എണ്ണം ഉണ്ട് ഉണ്ണാച്ചി? 2 വെള്ളമൊഷിയുണ്ട്. കുളത്തിലേക്ക് വെള്ളത്തിൻ്റെ ഉറവ വരുന്നത് കണ്ടോ? ഇവിടെ ഉണ്ട്. അതുപോലെ തന്നെ ഇല്ലേ, അവിടുന്ന് പൊട്ടി ഒഴുകി ഇങ്ങോട്ട് വരുന്നുണ്ട്.
നമ്മൾ ഒരു ചോറ് കോരണ കൊട്ടയൊക്കെ കൊണ്ട് മീൻ പിടിക്കാൻ പോവാം. പിന്നെ ഒരു വലയും കൂടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഏതാണോ സ്യൂട്ടായിട്ടുള്ളത് അത് എടുക്കാം നമുക്ക്. തനി നാടൻ മീൻപിടുത്തം. ആദ്യത്തെ കോരൊക്കെ വിഫലമായിക്കൊണ്ടിരിക്കുകയാണ്. ചവർ ഒരുപാടുണ്ട് ഇതിനകത്ത്. ചേർ അത്രയും വലുതായിട്ടില്ല, ചേറും ഉണ്ട് അത്യാവശ്യം, പക്ഷേ ചവറാണ് കൂടുതൽ. ഇങ്ങി വാ, പിടിച്ചു എന്നെ മറിച്ച് കുളത്തിലിട്ടേക്കരുത്. ശൈലമ്മ ഇരിപ്പിട്ടിട്ടുണ്ട്, നമുക്ക് വേണ്ടെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ മാറ്റാം. ഫസ്റ്റ് കിട്ടിയ മീൻ കേട്ടോ, ഫസ്റ്റ് കിട്ടിയ മീനാണ്. കാര്യമാണെന്ന് തോന്നുന്നു. കാരി ചെറിയ കാര്യമാണ്. അവന് വലിയ ചാട്ടവും എനർജിയൊക്കെ കുറവാണ്. കുഞ്ഞുട്ടി മീൻ പിടിക്കാനായിട്ട് സജ്ജമായിക്കൊണ്ടിരിക്കുകയാണ്. കണ്ടല്ലോ, ചാറ്റ് കൊടുത്ത് വലിയ കാര്യം ഇവിടെ കിട്ടിയിട്ടുണ്ട് കേട്ടാ. പായലിനകത്തോട്ട് കയറി വലിയ കാര്യമാണ്. സൂപ്പർ കാര്യം. ഉണ്ണി ഇങ്ങോട്ട് കൊണ്ടുവന്നവനെ അവിടെ ഇങ്ങോട്ട് മേടിച്ചു മകള്. നോക്കിക്കേ വലുതാണ്, പക്ഷെ വെള്ളത്തിൻ്റെ അടിയിലായതുകൊണ്ട് കാണാൻ പറ്റണില്ല. ആദ്യം കിട്ടിയ കാര്യം ചെറുതായിരുന്നു, അത് കഴിഞ്ഞ് കിട്ടിയത് അത്യാവശ്യം വലിയ കാര്യം. മീൻ നമ്മൾ പകർത്തി വലിയ ബക്കറ്റിലോട്ട് ഇടുക, അല്ലെങ്കിൽ ഇവ മറിഞ്ഞെങ്ങാനും പോന്നാൽ പിടിച്ച മീനൊക്കെ വീണ്ടും വെള്ളത്തിലാവും. കാര്യമാണ്, വാലയിലൊക്കെ ചെറിയ കാര്യ. പതിനാറ് കാര്യമാണ് നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നത് അല്ലേ? 16 അല്ലേ? 50 കാരി ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പം എത്ര എണ്ണം തിരിച്ചു കിട്ടുമെന്നറിയാം. കിട്ടിയില്ലായിരുന്നല്ലോ. അവിടെ മറ്റേ മുഷിനെ കാണാം. ഇവിടുത്തെ കാര്യം കിട്ടിയോ? ഇത്ര നാളെ ഇങ്ങനത്തെ ചേറുവെള്ളത്തിലൊക്കെ ഇറങ്ങിയിട്ടാ കയറിയാവനെ. അടിപൊളി കാര്യമാണെന്ന് തോന്നുന്നു. മഞ്ഞക്കരിയാണല്ലേ, കറുപ്പ് കളറല്ല നമ്മുടെ കാര്യം. ശരി, മോട്ടർ ഒന്നും കൂടെ ഓണാക്കുവാണേ. വെള്ളം ഇങ്ങനെ നിറഞ്ഞോണ്ടിരിക്കുകയാണ്. വെള്ളം പിടിക്കുന്നില്ല. പിടിച്ചെടുക്കാനുള്ള ദേ ആമ. കുഞ്ഞു കളിക്കാം. ആമ അവിടെ കിടപ്പുണ്ട്, എടുത്തോ. വേഗം ഓണാക്കിക്കോ, ചിലപ്പോ വെള്ളം പിടിച്ച് കിട്ടിയേക്കും. പെട്ടെന്നാകട്ടെ. വെള്ളം പിടിച്ച് കിട്ടി. അവിടെ നിന്നോ? ഇത് 10-30 വർഷം പഴക്കമുള്ള മോട്ടറാണ്.
ദേ അവിടെ ഈ സമയത്ത് വരാല് ചെമ്പല്ലി ഒക്കെ വിട്ടുപോയി. ഒരു രക്ഷ അതിനകത്ത് ഒരു കാര്യം താഴത്തോട്ട് വരുന്നു. ആരും കുത്തുമേടിക്കരുത്. അതേ ഉണ്ടായിരുന്നുള്ള ഒന്ന് ഇളക്കി നോക്കിക്കാൻ മോനെ. അതിനകത്ത് ചെമ്പല്ലി വലുതുണ്ടായിരുന്നെന്നാ പറയണത്. വെള്ളം പിടിച്ചാ നോക്കട്ടെ. പിടിച്ചു കിട്ടാൻ വലിയ പ്രയാസം. രക്ഷയില്ല. രക്ഷയില്ല വെള്ളം പിടിച്ചു കിട്ടാൻ. പോയി കളയട്ടോ. എന്തായാലും ചവറ് കംപ്ലീറ്റ് നമുക്ക് മാറ്റാം, എന്നിട്ട് പിടിക്കാം. എന്നിട്ട് പുതിയ ഒരു പരിപാടി നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഫുട്ബോളിന്റെ അറ്റം ഊരി മാറ്റി വെച്ചും അടച്ച് പിടിച്ചിട്ട് വെള്ളം ഫോഴ്സ് ഭയങ്കര. പിടിക്കുന്നില്ല. ഇവിടെ ഒരു വലിയ കാര്യമുണ്ട്, കേറുവോന്നറിയില്ല. കിട്ടിയില്ല. വരാലാണോ കുട്ടു? കാര്യമാണ്, ശ്രദ്ധിക്കണം, കുത്തുകൊള്ളരുത്. അത് പോയി കാണുമായിരിക്കും. അത് പോയിട്ടുണ്ടതാ ഉണ്ടാ. ചെറിയ കാര്യ. അത്യാവശ്യം മീഡിയം ടൈപ്പ്. എന്നാ കുഞ്ഞുട്ടി അല്ല ഇവിടെ നിന്ന് എടുക്കാൻ നോക്കാം. നിങ്ങൾ വലയിട്ട് കോരാൻ പോവാ. വലിയ രണ്ട് കാര്യമുണ്ട് കേട്ടാ. രണ്ടിനെയും പാത്രത്തിൽ കിട്ടിയിട്ടുണ്ടോന്ന് അറിയില്ല. എന്തായാലും നമുക്ക് നോക്കാം. ഒരെണ്ണം ഉണ്ടോ അങ്ങനെ? ചേറ് ഒഴുകി പോട്ടെ. കണ്ണന്റെ വലയിലോട്ട് കുടഞ്ഞൂട്. അത്യാവശ്യം കുഴപ്പമില്ല. വലുതൊന്നും പറയാൻ പറ്റിയല്ല. ഫുട്ബോളിന്റെ എന്തെന്നാ മേടിക്കാൻ പോയിരിക്കണേ ഇപ്പൊ? അതിനകത്ത് എന്തോ ഒരു സാധനം ഉണ്ട്, അത് മേടിക്കാൻ പോയിരിക്കുക ചേർത്തലക്ക്. ഇനി അവിടുന്ന് അത് വന്നിട്ട് വേണം മോട്ടർ ഓൺ ചെയ്യാൻ. ഒരു അത്യാവശ്യം കുഴപ്പമില്ലാത്ത കാര്യമായിരുന്നു. ഒന്ന് പറഞ്ഞുവിടും. മാടക്കപ്പള്ളിയിൽ അവിടെ ഒരു കടയുണ്ടെന്ന് പറഞ്ഞുവിട്. ഇനി നമ്മൾ അടുത്ത പരിപാടി വല വെച്ച് പിടിക്കല. യൂട്യൂബിൽ വരും. കലാമയ്ക്ക് കാണാം അവിടെ ഇരുന്ന്. ഇങ്ങോട്ട് നോക്കിക്കേ, കലാമയ്ക്ക് കാണാൻ പറ്റും. നോക്കിക്കേ കണ്ണ, കലാമ കണ്ടോളൂ അവിടെ ഇരുന്ന്. താത്തി വെച്ചിട്ടുണ്ടായിരുന്നു നടുക്കെ. അതിനകത്ത് മീനുണ്ടോ നോക്കാം. ഒരാമ മാത്രമേ ഉള്ളൂ അതിനകത്ത്. വല കൊണ്ട് കോരിയിട്ട് ചേറാണ് കിട്ടുന്നത്. ചേറങ്ങനെ കരക്കോട്ട് കയറ്റാം.
അല്ല വെള്ളം മൊഷി എവിടെ പോയി? നമ്മൾ കരക്ക് നിന്നപ്പോ എല്ലാം കാണായിരുന്നു. പതുക്കെ പതുക്കെ ചെന്ന് കോരുക. ദൈവമേ, കാര്യമൊന്നും കുത്തല്ലേ. കാല് വെക്കുന്നിടത്തൊക്കെ മീനാണെന്ന്. ചേറായത് കൊണ്ട് കിട്ടുന്നില്ല. ആ അതെ, അന്ന് മഞ്ഞച്ചേര കുടുങ്ങിയപ്പോ വല വെട്ടിയതാണ് കത്രിക കൊണ്ട്. നന്ദു അവിടെ നിന്നു. ഇതേ നന്ദു അവിടെ ഉണ്ട് മോനെ. ഇത് മുഷി ഉണ്ടെന്നാ പറയുന്നത്. നമുക്ക് നോക്കാം. ചെമ്പല്ലി. ആ മുഷി 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 കണ്ട, വൈറ്റ് മുഷി. ആ മഞ്ഞയാണ്. വെള്ള വെള്ള മഞ്ഞ. ഇതിന് കുത്തണ കൊമ്പുണ്ടാ? ചെമ്പല്ലി ഒരു ചെറുതുണ്ട്. മീൻ കൊണ്ട് കരക്കി വെക്കാം. അല്ലെന്നുണ്ടെങ്കിൽ മറിഞ്ഞു കഴിഞ്ഞാൽ മുഴുവൻ കൂടെ വെള്ളത്തിൽ പിന്നെയും കിടക്കും. കൊണ്ട വെക്കി. വലിച്ചണ്ട് പോണം. നോക്കി അതിനകത്ത് വെള്ളമുണ്ട്. വെള്ളവും മീനും കൂടിയാ. അവിടെ വെച്ചിട്ട് അടുത്ത പാത്രം ഇട്ട് വാ. ഇനി അടുത്ത വല കോരാൻ വേണം. അപ്പൊ ഫസ്റ്റ് വലയിൽ ഒരു ചെറിയ ചെമ്പല്ലിയും ഒരു മഞ്ഞ മുഷി ഉണ്ടായിരുന്നു. ആ വെള്ള മുഷിയ മഞ്ഞ മുഷിയ. അതിനകത്ത് എന്തോ ഉണ്ട്. മഞ്ഞ മുഷി അടുത്തത്. മഞ്ഞയാണോ വെള്ളയാണോ മക്കളെ? വെള്ള. വെള്ള മുഷി രണ്ട് ഉണ്ണി. മൊത്തം രണ്ട് വെള്ള മുഷിയുള്ള അതിനകത്ത്. അപ്പൊ രണ്ടെണ്ണത്തിനും കിട്ടി. ഇപ്പൊ അതിനൊന്നിങ്ങനെ പിടിച്ച് കാണിച്ചു മക്കളെ. കുത്തണതാണോ ഇത്? ആ അവൻ ചാടിനകത്ത്. എവിടെ വേണം കിട്ടു ഇവിടെ കിട്ടു കളിച്ചു. അവൻ ചാടി ബക്കറ്റിലോട്ട് വീണ് കൊടുത്ത്. പേരാണെന്ന് അറിയാമല്ലോ. കരക്കുണ്ടക്കളെ. എനിക്ക് പേടിയായിരുന്നു. അങ്ങോട്ട് എറിഞ്ഞു മോനെ. കരക്കോട്ട് നീട്ടി. അതിലെന്തോ ഉണ്ട്. ഇളക്കി ഇളക്കി ചേറ് കുറച്ച് കളേ. അതൊരു ബക്കറ്റ് അങ്ങോട്ട് വന്നിട്ട് ചേർക്കെ കൂടെ അതിനകത്തോട്ട് ഒഴിച്ചിട്ട് വലിച്ചു കൊണ്ടുവന്നാലേ. കാര്യാണെന്ന് തോന്നുന്നു. പോയിട്ടില്ലത് ഉണ്ടാവും. മോനെ പോയാ വരാലായിരുന്ന അത് പോയി. അവനെവിടെയെങ്കിലും പോയി ചേറിനകത്ത് ഒളിക്കും. മറ്റേ വല എന്ത്? ചെറിയ വല. ആ ചെറിയ വട്ടവല എടുത്ത് ഒരു വശത്ത് പിടിച്ച്. ആമയുണ്ട്.
നോക്കിക്കോണേ. കാരി പോയാ ആ എൻ്റെ പൊന്നെ കിട്ടി കിട്ടി. ഇവിടെ ഇങ്ങോട്ട് കാണിച്ചു മോനെ, കാണിച്ചിട്ടുണ്ട് ആമയുണ്ട്. കാരി. ആമേനെ എടുത്ത് കളഞ്ഞു. ആമ കിട്ടിയിട്ടുണ്ട്, അതിനെ മേടിച്ചു. അത് ഇറങ്ങിപ്പോയെന്ന് തോന്നുന്നു. എൻ്റെ അമ്മ പതുക്കെ വന്നുണ്ട് ഇങ്ങോട്ട് മീൻ പിടിക്കാൻ. കുഞ്ഞുട്ടിയുടെ കയ്യിലൊക്കെ ചേറായി മോനെ. ഇനി മീൻപിടുത്ത വീഡിയോ കഴിഞ്ഞ് എല്ലാവരുടെയും ഇതേം കുളിപ്പിക്കണ ഒരു വീഡിയോ ആണ് പിന്നെ എടുക്കണത്. അമ്മ കിട്ടിയ മീനിന്ന് നോക്ക്. എന്തോ സംഭവം കാര്യമാണ്. വരാലിന് വേണ്ടിയാണ് ഞങ്ങൾ ഇവിടെ വെയിറ്റ് ചെയ്യണത്. കണ്ട 2 കാര്യം ഉണ്ടായിരുന്നു. ആദ്യം ഒരു കുഞ്ഞു കാരി കിട്ടി, പിന്നെ രണ്ടാമത്തെ ഒരു വലിയ കാര്യം കൂടെ അതിനകത്തുണ്ടായിരുന്നു. കണ്ണ ഒരെണ്ണം കൂടി ഉണ്ട്. നിങ്ങളെ പുതിയ ഫുഡ് വാൽവൊക്കെ കൊണ്ടുവന്ന് ഫിറ്റ് ചെയ്യാൻ സെറ്റപ്പ് സാധനം ഉണ്ടെന്നാണ് ഇവര് പറയണത്. നമുക്ക് നോക്കാം എന്താണെങ്കിലും. പോയില്ല പിടിച്ച് മറ്റേ വലിയ നോക്കിട്ടെ. എന്നിട്ട് കൊട്ട കൊണ്ട് മൂടിയാ മതി. വരാലി കണ്ണന്റെ ഈ കണ്ണൻ വരാലി ഇരിക്കണ ഇട്ടോട് മുഴുവൻ ചെയറാണ്. ഒന്നും ഉണ്ടാവുമെന്ന് തോന്നണില്ല. ചെയർ കൂടുതലായത് കൊണ്ടേ പിടിച്ചിട്ട് കിട്ടാത്തത്. മനെ കാരി കൈ കൊണ്ട് പിടിച്ചേക്കല്ലേ, അത് പോയാ? അത് ഇല്ലുണ്ട് ഇല്ലുണ്ട്. അത് നന്ദുവിന്റെ ബക്കറ്റിൽ കിട്ടിയിട്ടുണ്ട്. കിട്ടിയാ? അങ്ങോട്ട് ഒഴിക്കപ്പോ ഞങ്ങള് നോക്കിക്കോ. അയ്യടാ അത് പോയാ, കഷ്ടം. ഒരു വലിയ 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 കാര്യമായിരുന്നു അത്. കുട്ടിയായിരുന്നു. കിട്ടിയ മീനിനെ നമ്മളൊന്ന് പകർത്തിയൊക്കെ കാണാൻ പോവാണ്. അപ്പം നയനയ്ക്ക് മീനിനൊന്ന് കാണണമെന്ന് പറഞ്ഞിട്ട് കൊട്ടയിലേക്ക് കമഴ്ത്തി കൊട്ട പിടിച്ചു കൊടുക്കാണ്. കൊട്ടയെ കാല് കൊണ്ട് തട്ടിപ്പിടിച്ചു. ഒരു കുട്ട മീൻ കാണിച്ച പിന്നെ വരാല്ലേ. സൂപ്പർ വരാൽ. ഇതിന് ഇടത്തുവയിലൊക്കെ വരാലിനെയൊക്കെ പിടിച്ച് നല്ല ശീലാണെന്ന് തോന്നുന്നത്. കണ്ണന് നല്ല മരിങ്ങാണ് മീനിനെ പിടിക്കാൻ. ഒരു ദിവസം എത്ര വരാലിനെ പിടിച്ചെന്നാണ് കണ്ണൻ പറഞ്ഞത്? 7 വലിയ വരാലായിരുന്നാ? എന്ത് തീനിട്ടാ പിടിച്ചത്? പാറ്റയിട്ടാ. ചിങ്ങോലിന്നാണോ അതോ ഇടത്തുവയിന്നാണോ?
ഇനി പിടിക്കുമ്പോൾ ഞങ്ങളൊന്ന് ഫോൺ ചെയ്തേച്ചാൽ മതി, ഞങ്ങൾ വരാവേ. അതൊരുപാട് വൃത്തിക്കൊന്നും കഴുകണ്ട മോനെ, അങ്ങോട്ട് ഇട്ട് തരും മീനിന്. സാരമില്ല. കണ്ണം വരാല് ചാടി. അതിനെ കഴുകിയൊന്നും വേണ്ട മോനെ, ഇങ്ങോട്ട് ഇടറാ. ഇതൊന്നും കൊള്ളല്ലേ. ഇതിന്റെ ഏതാണ്ട് മേടിക്കാനായിട്ട് അല്ലെങ്കിൽ കുടഞ്ഞു നമുക്ക് കരക്കാട്ടിട്ടും എന്നാ കരക്കാട്ടിട്ടും പിടിച്ചെടുക്കാം. മുട്ടയൊക്കെ ഉണ്ട് കേട്ടോ. മുഷീനൊക്കെ ഇനി കൈ കൊണ്ടെടുത്തു തരും. ഉണ്ടായിരുന്നല്ലേ. ചാടി കുത്തി ചാടി വീട് എന്റെ കയ്യേലും കുറച്ച് കഴിയുണ്ട്. ഇത്ര ഉള്ള മീനാവാ. ഈ സമയം കൊണ്ട് വരാൽ കുഞ്ഞിന് ഇട്ടാ മതിയായിരുന്നു. ആ വെള്ളം കലങ്ങി. കുറച്ച് വെള്ളം ഒഴിക്കാം. മൂച്ചിയൊക്കെ